ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ 37കാരി കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയമ്മാളാണ് മരിച്ചത്. മകനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതിനിടെയാണ് മാരിയമ്മാളിനെ കാട്ടാന ആക്രമിച്ചത്. കൊല്ലപ്പെട്ട മാരിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു. അതേസമയം കൊല്ലപ്പെട്ട മാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. ഇന്ന് രാവിലെ 8:30 മകൻ ദക്ഷനെ സ്കൂളിൽ വിടാൻ പോകും വഴിയാണ് ഇരുവർക്കും നേരെ കാട്ടാനാക്രമണമുണ്ടായത്. മാരി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പിന്നാലെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഒരു സംഭവം നടന്നു. മരിച്ച മാരിയുടെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, കുട്ടികളുടെ പഠനച്ചെലവ് പൂർണ്ണമായും വഹിക്കുക, പ്രായപൂർത്തിയാകുമ്പോൾ മൂത്ത കുട്ടിക്ക് സർക്കാർ ജോലി നൽകുക, RRT സംവിധാനം വിപുലീകരിക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചത്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ദേവികുളം MLA F. രാജിയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ വനംവകുപ്പ് അംഗീകരിച്ചു. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ ഫെൻസിംഗ്, ട്രെഞ്ച് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുമെന്നും വനംവകുപ്പ് ഉറപ്പു നൽകിയിട്ടുണ്ട്. ആൾക്കാരെയൊക്കെ കൂട്ടി ഒന്നുകൂടെ വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ പ്രാദേശികമായ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ഈ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള ദീർഘകാല പദ്ധതിയും നമ്മൾ ഒന്നുകൂടെ ഇവിടുത്തെ ജനങ്ങളുടെ തന്നെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വനംവകുപ്പ് നൽകുന്ന മറ്റ് ഗവൺമെന്റ് നഷ്ടപരിഹാരം അങ്ങനെയുള്ള കാര്യങ്ങൾ അതെന്തായാലും ഉണ്ട്. അതിന് പുറമെ FDAയിൽ നിന്നും തുടർ വിദ്യാഭ്യാസത്തിനുള്ള ഏർപ്പാട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫെൻസിംഗ് ആൻഡ് ട്രെഞ്ചിങ് ഇവിടെ ഉണ്ട്. ഇവിടെ പന്തരക്കൾ അവിടെയൊക്കെ കോളനിക്ക് ചുറ്റും ഫെൻസിംഗ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ അഭിപ്രായം എടുത്തിട്ട് ഒന്ന് പരിശോധിച്ചിട്ട് ചെയ്യാം. മരിച്ച മാരിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഗുരുതരമായി പരിക്കേറ്റ മകൻ ദക്ഷനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.